Berlin, the capital of Germany. Hey guys, welcome back to my life. It's me, Alana Medicine. ഇന്ന് ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബർലിനിലേക്ക് ഒരു ട്രിപ്പ് പോവാണ്. എന്റെ കൂടെ ട്രിപ്പിൽ ചോദിച്ചിട്ടുള്ളത് സാന്ദ്രട്ടോ സ്നേഹ അതുപോലെ തന്നെ ഞങ്ങളുടെ വേറെ കുറച്ച് ആളുകൾ കൂടി ഉണ്ട്. ജോർജ് ഓർക്കി, റിച്ചാർഡ്, സ്കൂൾ ടൂർ, ജോയിസ്, ലിനോ, സിറിൽ, അവിടെ ആളുകളുണ്ട്. ആൻഡ് ഗൈസ്, ബാക്കി വീഡിയോസ് നമ്മൾ ഓർക്കുവാണെങ്കിൽ എടുക്കും. നമ്മളങ്ങനെ ബ്രഹ്മണിൽ എത്തി. ബ്രഹ്മണിയിൽ നമ്മൾ ഹാംബുർഗ് കണക്ഷൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ്. അപ്പൊ നമുക്ക് നല്ല കാഴ്ചകൾ ഇപ്പൊ കാണാം. പേടിയാ, അതിപ്പോ ഒരുക്കി തീരും. നമസ്കാരം. ലോകത്തിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കിട്ടിയൊരു വാർത്ത. ജർമ്മനിയിലെ അതിപ്രശസ്തമായ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് ബ്ലാസ്റ്റ് നടന്നിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഈ ചിത്രങ്ങളിൽ കാണുന്ന 3 മലയാളി വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളെയും അറിയിക്കുന്നതാണ്. നമ്മളങ്ങനെ ഹാംബുർഗിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഹാംബുർഗിൽ നിറച്ച് മഞ്ഞാണ് നമ്മൾ കാണുന്നത്. കണ്ടോ? പരാതിയുണ്ട്, മണ്ണ് കട്ടിക്ക് കിടക്കുവാണ്. കേട്ടോ, നിറച്ച് മഞ്ഞ് അവിടെ കാണിച്ചു കൊടുക്കണേ. കേട്ടോ, ഇവിടെ നമ്മൾ അടുത്ത കണക്ഷൻ പിടിക്കുന്നു. അങ്ങോട്ട് ലൂബക് സ്ഥലത്ത് നിൽക്കുകയാണ്. ഇവിടുന്ന് 2 കാഴ്ചകളുണ്ട്. ഞങ്ങൾ ഇവിടെ ഒരു മണിക്കൂർ കാണിക്കാൻ പറ്റില്ല. ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. കളിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്ന കാഴ്ച, ടോമിക്ക് ഉറക്കം വരികയാണ്, തണുക്കുകയാണ്, അവൾ ഇരിക്കുകയാണ്. കുഴപ്പമില്ല, എല്ലാം സക്സസ് ആയിട്ട് നടക്കുന്നു. നമ്മൾ അടുത്ത സ്ഥലത്ത് നമുക്ക് കാണാം. ഓക്കെ, ബൈ. നിങ്ങള് ബെർലിൻ എത്താൻ പോവാ. 2 സ്റ്റോപ്പ് ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെർലിൻ പക്ഷെ ഞങ്ങൾ വിചാരിച്ച പോലെയല്ല. മൊത്തം കൈതുപോയി. ഇത്രയും മഞ്ഞ് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. സ്നേഹ പ്രതീക്ഷിച്ചോ? കണ്ടോ? അപ്പൊ നമ്മള് ബെർലിൻ എത്തിയിട്ട് കാണാം. നമ്മളങ്ങനെ ബെർലിൻ എത്തിയിരിക്കുന്നു. നമ്മൾ ബെർലിനെത്തി നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയി കണ്ടിട്ട് നമ്മളതിന് എക്സ്പ്ലനേഷൻ ഒക്കെ തരാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ആൻഡ് നമ്മളിങ്ങനെ ബെർലിനിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കാണാൻ വേണ്ടിട്ട് പോവാണ്. ആക്ച്വലി നല്ല സ്നോഫോൾ ഉണ്ട്. കാട്ടിത്തരാം ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. എന്റെ തമ്പുരാനെ തണുക്കണ്. കണ്ടോ എങ്ങനെയുണ്ട് സ്ഥലം?
തൊട്ട് നോക്കിയിട്ട് നമ്മളങ്ങനെ അത്ഭുതത്തെ തൊടാ പീസ്ഫുൾ. തൊട്ടു അവരെങ്ങനെ അതിൽ തൊട്ടു. Oh God. ഞാനും അങ്ങനെ കൈവരച്ചു പോയി അറിയുന്നു. നമ്മളങ്ങനെ ജർമ്മനിയുടെ ബെർലിനിലുള്ള പാർലമെന്റ് കാണാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇത് ഉണ്ടോ? ശരിക്കും കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഇതാണ് ജർമ്മനിയിലെ പാർലമെന്റ്. മഞ്ഞ് പെയ്യുന്നതുകൊണ്ട് അതിതീവ്രമായി നിങ്ങളെ ഒന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഭയങ്കര മഞ്ഞാണ്. കയ്യും കവളും എല്ലാം മരിച്ചുപോയി. അപ്പം ഇനി ബാക്കി ഞങ്ങൾ പോകുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടു തന്നെ അത് മനസ്സിലാക്കാം. ഇനി എങ്ങോട്ടാ പോണതെന്ന് നമ്മുടെ ടീം പ്ലാനറായ സ്നേഹ ആന്റണിയുടെ അടുത്ത് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. സ്നേഹ, ഇവിടെ എന്തൊക്കെയോ കാര്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഗായ്സ്. കണ്ടോ, എന്തോ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വായിച്ചെടുത്തോ. ടീം പ്ലാനറായ ട്രിപ്പ് പ്ലാനറായ സ്നേഹനെ നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്നു. സ്നേഹ, എന്താണിത്? ഇതിന്റെ ചരിത്രം എന്താണ്? ജോയ്സ് പോൾ KP പറയും. വളരെ ഇൻസിഡന്റ് ആയിട്ടുള്ള ടൈമില് രാജഭരണ സമയത്ത് രാജാവ് അതുപോലത്തെ ആൾക്കാരുണ്ടല്ലോ, അവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിക്കാനായിട്ട് മാത്രം ഒരു ഇന്ത്യൻ പാർലമെന്റ്, ജർമ്മൻ പാർലമെന്റ് അല്ല, ഇവിടാണ്. അപ്പൊ അതിൽ ഇതേപോലെ മന്ത്രി, അതേപോലെ തോഴന്മാര് ഇവരെല്ലാരും ഇങ്ങനെ അടിക്കുന്നത്. അപ്പൊ അങ്ങനെ കിടത്തി, അതുകൊണ്ട് ഇത്രയും വലിയ ഇതായത്. പിന്നീടാണ് ഇതൊരു പാർലമെന്റ് ഒക്കെ ആക്കി മാറ്റി ഇതിന്റെ ഒരു സെറ്റപ്പ് ഇങ്ങനെ ആക്കി. ഒന്നും അറിയത്തില്ല. ഇവൻ ഈ പറഞ്ഞതൊക്കെ ഈ സ്ഥലത്തെ കുറിച്ചാണ് ഗൈസ്. വെൽക്കം ടു യു. ഹേ ഗൈസ്, അപ്പൊ നമ്മള് നമ്മുടെ ബെർലിനിലെ ലാസ്റ്റത്തെ ഡെസ്റ്റിനേഷനായ ബെർലിനർ ഡോമിൽ എത്തിച്ചേർന്നു. പക്ഷെ അതിതീവ്രമായ മഞ്ഞ് വീഴ്ചയ്ക്കൊടുവിൽ ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് ബെർലിൻ വിടാമെന്ന്. അപ്പൊ ഞങ്ങൾ തൊട്ടടുത്തേക്കുള്ള അലക്സാണ്ടർ പ്ലറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് പോയി. ഭയങ്കര തണുപ്പായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുത്തെ മഗ്ഡിയിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു, കഴിച്ചു. ഞങ്ങൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഞങ്ങൾ വിചാരിച്ചു തിരിച്ച് വീട്ടിൽ പോകാമെന്ന്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് ബെർലിനർ വാൾ. ഞങ്ങൾ മാളിൽ കയറി ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ബെർലിനർ വാൾ കാണാൻ മറന്നുപോയി. പിന്നെ ഞങ്ങൾ മാളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ഈ വാൾ കാണാൻ വേണ്ടി പോയി. ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പക്ഷേ ഭയങ്കര മഞ്ഞായിരുന്നു. അവിടെ കുറേ പേര് വന്നിരുന്ന് മഞ്ഞിലൊക്കെ കളിക്കണ്ടായി. ഞങ്ങളും കുറേ നേരം കളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഡയറക്റ്റ് അവിടെ നിന്ന് തന്നെ വീട്ടിൽ പോകും. എറിയുന്നല്ല കാണിച്ചതാ നീ. ഞാൻ വേണം ഡോട്ട് ചെയ്തോളാം. ബെർലിനിൽ നിന്ന് തിരിച്ചു വന്നപ്പം ബോറടിക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ 2 പ്ലേയിങ് കാർഡ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ബെർലിനിലത്തെ കുറച്ച് ഡെസ്റ്റിനേഷൻസിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 2-3-4 എണ്ണം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഡെസ്റ്റിനേഷനും ഞങ്ങൾ കണ്ടു തീർത്തു. പക്ഷെ ലാസ്റ്റത്തെ 2-3 സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല, കാരണം നല്ല സ്നോഫോൾ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വലിയൊരു ട്രിപ്പിന് ശേഷം ഞങ്ങൾ തിരിച്ച് മ്യൂൺസ്റ്ററിലേക്ക് പോവാണ്. 24 മണിക്കൂറിന് ശേഷമുള്ള യാത്രയാണ്. ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു, നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ ട്രെയിനിൽ ഒരുപാട് നല്ല നല്ല ഗെയിംസ് കളിച്ചു. അങ്ങനെ ഞങ്ങൾ കുറെ ഇതെടുക്കാൻ പറ്റിയില്ല, എന്നാലും ഞങ്ങൾ മാക്സിമം ക്യാപ്ചർ ചെയ്തു. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞു പറ്റേ. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയിൽ ബൈ. Stay happy. Like, share and subscribe. Sugar. Bye. പതിക്കോ മതി കഴിഞ്ഞു.
Look at this Berliner Wall. ബെർലിനർ വാളോ? വാളല്ലേ ഇത്? ഇത് വാളല്ലേ ഇത്? ബെർലിനർ വാളല്ലേ ഇത്? ബെർലിനർ വാൾ എന്ന് പറയുന്നത് ആ വാള് വേറെയാ. അപ്പൊ ബെർലിനർ വാൾ ആണോ? ഒന്നുകൂടെ പറയാം. വാ ടോമി പുറകിൽ നമുക്ക് മറ്റേ ഡാൻസ് എടുക്കായിരുന്നു. അത് പഠിച്ചിട്ടുണ്ട് നമ്മള്. നമുക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ വന്ന കുഴപ്പമുണ്ടോ? ഉണ്ടോ? എന്നാ ചേട്ടനെ എടുക്കുന്നില്ല. ചേട്ടന്റെ അവിടെ ഞാൻ 2 വാഴ വെച്ചോളാം. ജോയ്സിന്റെ ബാഗ് നമ്മള് മ്യൂണിസ്റ്ററിന്ന് കേറിയ ട്രെയിനിന്റെ അകത്ത് വെച്ച് മറന്നുപോയി. ഇതാണ് ജോയ്സ്. എന്താണ് നിനക്ക് പറയാനുള്ളത്? എന്തോ പറയാ, എനിക്ക് ടെൻഷനില്ല. അപ്പൊ മെൽഡൻ ചെയ്തിട്ടുണ്ട് ഇവളുടെ ഷൂ അതിനകത്ത്. എന്റെ ഫോണിന്റെ ചാർജർ മാത്രമേ അതിന്റെ അകത്ത് വിലവെടുപ്പായിട്ടുള്ള പോലുള്ളൂ. പിന്നെ ഇവിടെ ഒരു ഷൂ. നിന്റെ ഫോണില്ലേ അതിന്റെ അകത്ത്? പഴയ ഫോൺ. നമ്മള് ബഡ്ജറ്റ് അല്ല രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സാധനം കിട്ടും. ഇത് എന്തോരം പോയ ആൾക്കാർ എന്തോരം തിരിച്ചു കിട്ടിയിരുന്നു. അതിനൊന്നും കാര്യമില്ല. നമ്മളത് ടക്ക് പറഞ്ഞത് ചീട്ട് കളിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം. പ്ലെയിൻ കാർഡ്സ് അതിന്റെ അകത്ത് ഞാൻ സെറ്റ് ചെയ്തു. ഷൂ പുതിയത് മേടിച്ചിട്ടുണ്ട്. കർത്താവ് അറിഞ്ഞല്ല ഓരോന്ന് ചെയ്യാൻ കിട്ടിയപ്പോ വേറൊന്നും പോയി. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങള് അടുത്ത കിട്ടിയ അഹങ്കാരം ജോയ്സിന്റെ ബാഗിൽ ബാഗ് പോയി. പണ്ണെന്തേലും വേണം, ഞാൻ വേണം. അതാണ് ബാക്കി ഞാൻ പറയുന്നില്ല, കട്ട് ചെയ്തു. ഓക്കെ, നിങ്ങൾ എന്താണ് മുമ്പേ കുടിച്ചത്? ഗ്രീൻ ലെമൺ, എന്തോ ലെമൺ സോഡയാണ്. ഇത് കുടിച്ച എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ദാഹം മാറും. ഈ തണുപ്പത്തോ? പരവേശം. നമ്മള് തണുപ്പത്ത് നമ്മള് ശരിക്കും പറഞ്ഞ വെള്ളം കുടിക്കാറ്. ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടെ. പരവേശം മാറും. ചേട്ടാ, അതിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട്? ഇല്ല. ഉണ്ട് ചേട്ടാ, ഇല്ല, ഇവിടെ എഴുതിയിട്ടില്ല. ഉണ്ട് ചേട്ടാ. എന്റെ ആൽക്കഹോൾ കണ്ടന്റ്. നിങ്ങൾ ഇതൊക്കെ കുടിച്ച് നിങ്ങൾക്ക് എന്താണ് ആവുന്നത് നോക്കട്ടെ. ഇല്ലല്ലോ. ആൽക്കഹോൾ കണ്ടന്റ് 2/5%. അയ്യോ പെരുമാളെ, ഓ മൈ ഗോഡ്. അയ്യോ ഞാൻ ലെമൺ സോഡ. ഇത് കുടിച്ചിട്ട് എന്താ കിട്ടിയത്? പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ചത് സ്നേഹാണല്ലേ. ആരത്? സ്നേഹ ആരാണ്? അവള് മറ്റേ കഞ്ചാവൊക്കെ നമ്മളെ അയ്യോ പണ്ട് വേറെ സംഭവം ഉണ്ടായി. ഞങ്ങൾ എക്സസൈസ് ചെയ്തോണ്ടിരുന്നപ്പോഴേ പറഞ്ഞോണ്ട് ജീവവാറ്റ് വന്നു. എന്തോ ചേട്ടാ, ഇവര് പറയുന്ന ഫുള്ള് നോണയാ. ചേട്ടൻ നന്നായിട്ട് പറ. ചേട്ടൻ ലെമൺ സോഡ കുടിച്ചത്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇത് 1, 2, 3 ഇത് 3 കള്ളന്മാരാ. പാവ ഒരു യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ ഇവിടെ. വേറൊരു കഥയില്ല. ഞങ്ങളങ്ങ് പേടിച്ചു പോയില്ലേ. ഇവരുണ്ടോ കൂടെ? മഞ്ഞ് പെയ്യണ കൈസ് പുറത്ത്. എന്തിനാ ചില്ലിന്റെ അടുത്ത് ഞാൻ ചെല്ലുന്നത്? ഔട്ടാ ചേട്ടാ പറഞ്ഞേ, ഇന്നല്ല. ഔട്ടായത് സൂം ഇൻ ചെയ്യാനല്ല, സൂം ഔട്ട് ചെയ്യാന്ന് പറഞ്ഞേ. അത് ജോയിസിനെ കാണാൻ കണ്ടോ അങ്ങനെ ഓരോ ഈ 20 അല്ല ചേട്ടാ, ഞാൻ ക്യാമറമാൻ അല്ലേ, ഡയറക്റ്റ് കൊടുക്കില്ലേ ഞാൻ. ജേണല് 1x 2x. ഓ മൈ ഗോഡ്, നിന്റെ ഇഷ്ടം പോലെ പറ്റാത്തപ്പോ എന്റെ ക്ലിപ്പ് ഒന്ന് നോക്കിക്കോട്ടെ. സ്റ്റിക്കർ എടുത്ത് നോക്കിയാൽ മതി, ചേട്ടൻ നന്നായിട്ട് പോകാൻ പറ്റും. ക്ലിപ്പ് ഒന്ന് നോക്കിക്കോട്ടെ. ക്ലിപ്പ് ഏതാ ക്ലിപ്പ്? ഇത് ഓഫ് ചെയ്യാം. ഹലോ ഗായ്സ്, അപ്പൊ ഞങ്ങൾ ബെർലിനിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പൊ നമ്മുടെ നിഗമനത്തിൽ 8 പേരാണ് വരുന്നത്. ഇല്ലേ, സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ തന്നെ പോകാനിരുന്നു. പിന്നെ എനിക്ക് പോകാൻ വേണ്ടിയായിട്ട് ഞാൻ സ്നേഹനെ വിളിച്ചു. സ്നേഹ അവിടെ എന്തോ സംഭവമൊക്കെ വിളിച്ചു പറഞ്ഞ എന്തോ സെറ്റാക്കി. അത് കേട്ടല്ലേ. പിന്നെ ഞങ്ങളത് 1 ഡേ ട്രിപ്പായിട്ട് മാറ്റി. അപ്പോഴത്തേക്കും ടോമി അതിലോട്ട് വരാന്ന് പറഞ്ഞു. ടോമിനെ നോക്കിയിരുന്നു. ടോമി ഇന്ന് ജോലി ഉണ്ടായിരുന്നു. അവൾക്ക് ജോലിക്ക് പോയി. ജോലിക്ക് പോയി സിനിമയ്ക്ക് വിടും. ഞാൻ ടിഷ്യൂ പേപ്പർ
എന്റെ ഫോണും കൂടെ മറയ്ക്കാം അറിയില്ലടി ഞാൻ ഓടുകൂടി ഫോട്ടോ എടുത്ത് വെക്കണോണ്ടല്ലേ എന്റെ പറഞ്ഞത്. ഇല്ല നീ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വേണ്ടാത്ത വാങ്ങട്ടെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ നമുക്ക് ജോയ്സിനെ കൂടി ഇൻക്ലൂഡ് ചെയ്താലൊന്നൊരു ഐഡിയ ഇങ്ങനെ വന്നു. അപ്പൊ നമ്മള് ലിനോ ഉണ്ടെങ്കിലേ ഞാനുള്ളൂ. അപ്പൊ പിന്നെ നമ്മള് ലിനോനെ വിളിച്ചു. അപ്പൊ ലിനോ വരാന്ന് പറഞ്ഞു, പിന്നെ ജോയ്സ് വരാന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും ഇൻക്ലൂഡ് ആയി. പിന്നെ അവരുടെ കൂടെ അങ്ങനെ ഞങ്ങളെല്ലാം റെഡിയായി. ഇന്ന് ഉടുപ്പൊക്കെ ഇട്ടോണ്ടിരിക്കുമ്പോ ജോയ്സ് വന്ന് പറഞ്ഞു ഇനിയും കുറച്ച് പേര് കൂടെ ട്രിപ്പിന് വരുന്നുണ്ടെന്ന്. എല്ലാവരും അറിഞ്ഞു. ഇച്ചിരി വേൾഡ് വൈഡ് നല്ലൊരു ട്രിപ്പാണ്. ഞാൻ ഗ്രൂപ്പിലും കൂടി ഇടാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. കുഴപ്പമില്ല, നമ്മളാ ആൾക്കാർ കൂടുന്ന തന്നെയടി എവിടാടി ഇവിടെ തന്നെടി ഇത് ഓടെടുത്ത് ആൾക്കാർ കൂടുന്ന വഴി ഏതാ? ഇതാണോ നേരെ പോയാ മതി. ആൾക്കാർ കൂടുന്നതനുസരിച്ച് നമുക്ക് ഭംഗികരാക്കാൻ ഞാൻ തെന്നിക്കൊണ്ടിരിക്കണത് പിടിച്ചോ. എന്നാ നിനക്ക് ഒലിവിന്റെ ഷൂ ഇടത്തില്ലായിരുന്നോ? അല്ലടി പ്ലാൻ ചെയ്യുന്നത്. ആൾക്കാരൊക്കെ പറയുന്നു ഇത് റെസ്റ്റ്ലെസ് ട്രിപ്പാണ്. വി ആർ റെസ്റ്റ്ലെസ് ഗൈസ്. ഇതൊക്കെ എന്ത്? ഒരു ദിവസം പോകുന്നു, ബാഡൻബുർഗ് ഗ്രേറ്റ് കാണുന്നു, പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത സ്ഥലങ്ങൾ കാണുന്നു. വൺ ഡേ ഇറ്റ്സ് ഫോർ ബെർലിൻ. അപ്പൊ ട്രെയിൻ കയറാൻ പോകുന്നു. ഓണാക്കിയിട്ടുണ്ടെന്നാണ് കോള് വരുന്നു. ഞെക്കിട്ട്